ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാർക്കറ്റ് ബ്രാൻഡായിട്ടുള്ള ഒരു കാൽഷ്യം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലെ കാൽഷ്യം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. തുടക്കമേ തന്നെ പറയട്ടെ, മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡഡ് കാൽഷ്യത്തിനെയും മോശമാക്കി ചിത്രീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ കാൽഷ്യത്തിന്റെ ക്വാളിറ്റി കാണിക്കാനായിട്ട് ഒരു കമ്പാരിസൺ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു മാത്രം. ഓക്കെ, ഞാൻ മാർക്കറ്റിൽ സാധാരണ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്, ഞാൻ ബ്രാൻഡ് പേരെടുത്ത് പറയുന്നില്ല, ഒരു ബ്രാൻഡാണ് ഈ കാൽഷ്യം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ് സെഗ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു ഒബ്ജക്ഷൻ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാൻ വിശ്വാസമുള്ളൂ, അഥവാ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ എന്നാണ്. എങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗും എന്റെ കയ്യിലുള്ള ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ആസിഡിക് സ്റ്റഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത്, ഒരു എക്സ്പെരിമെന്റ് ആണ് കാണിക്കുന്നത്. അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി റെപ്രസെന്റ് ചെയ്യുന്നത് ആസിഡ് ആണ്. നമ്മുടെ വയറ്റിലെല്ലാം ആസിഡ് എൻവയോൺമെന്റ് ഉണ്ട്. നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ഇത് തുലവും കാഠിന്യം കുറഞ്ഞിട്ടുള്ള അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ആസിഡ് ഉള്ള ഒരു എൻവയോൺമെന്റിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് വരുമ്പോഴും ആസിഡുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെന്റും വരുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്കും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ആസിഡ് ഒഴിക്കുകയാണ്. ഇത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അഥവാ ഇതിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ മെഡിക്കൽ ഷോപ്പ് ബ്രാൻഡായിട്ടുള്ള കാൽഷ്യം ഇടാണ്. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പ് ബ്രാൻഡായിട്ടുള്ള കാൽഷ്യം ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആസിഡിലേക്ക് കെമിക്കലുള്ള അഥവാ ഡ്രഗ് ആയിട്ടുള്ള കാൽഷ്യം വന്നപ്പോൾ റിയാക്ഷൻ സംഭവിക്കുന്നു, പതഞ്ഞു പൊന്തുന്നതായിട്ട് കാണാം. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. പതഞ്ഞു പൊന്തുന്നതായിട്ട് കാണാം. കാർബൺ ഡൈ ഓക്സൈഡ് വമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബബ്ലിംഗ് നടക്കുന്നുണ്ട്, ഇവിടുത്തെ കുമിളകൾ വരുന്നുണ്ട്. കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്റെ ബ്രാൻഡായിട്ടുള്ള വെൽ കാൽഷ്യം കോംപ്ലക്സ് ഇതേമാതിരി തന്നെ ആസിഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെൽ കാൽഷ്യം. ആസിഡിലേക്ക് ഞാൻ ഇട്ടു. അപ്പൊ കാൽഷ്യം സപ്ലിമെന്റ് ആസിഡിലേക്ക് വന്നപ്പോൾ നോ റിയാക്ഷൻ ആക്ച്വലി ഹാപ്പൻസ്. ഇത് വന്നിട്ടൊരു പാല് മാറി ഇത് ഡൈജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇതിൽ റിയാക്ഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ക്ലിയർ? ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇതിൽ ഡൈജഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. വേറസ് മാർക്കറ്റ് ബ്രാൻഡായിട്ടുള്ള കാൽഷ്യത്തിൽ ഇത് വന്നിട്ട് റിയാക്ഷൻ സംഭവിച്ച് നല്ല രീതിയിൽ പതഞ്ഞ് ഫ്യൂംസ് വന്നിട്ട് മേലെ കെട്ടി നിൽക്കുന്നതായിട്ട് കാണാം. വാട്ട് ആക്ച്വലി റിയലി ഹാപ്പൻഡ്? ആസിഡ് ബേസിലേക്ക് കാൽഷ്യം വന്നപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആയിട്ടുള്ള കാൽഷ്യം വന്നപ്പോൾ റിയാക്ഷൻ സംഭവിക്കുകയും പതഞ്ഞു പൊന്തുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടേഴ്സ് ഗ്യാസിനുള്ള റൺടാക്ക് മാതിരിയുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. വേറെസ് ഇതിലേക്ക് നമ്മൾ ആസിഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദോഷം ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഭക്ഷണം എന്ന് ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ കാൽഷ്യം വന്നിട്ട് ബ്രൊക്കോളി കാൽഷ്യമാണ്. ഏറ്റവും കൂടുതൽ പച്ചക്കറികളിൽ ലഭ്യമായിട്ടുള്ള കാൽഷ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ബ്രൊക്കോളിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെൽ കാൽഷ്യം കോംപ്ലക്സ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ബ്രൊക്കോളി. ഓക്കെ, ഇത് ഫാർമാസ്യൂട്ടിക്കൽ ആണ്, ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. ഞാൻ കമ്പാരിസൺ പറയാം. ഇത് ഫാർമാസ്യൂട്ടിക്കൽ ആണ്, ഡ്രഗ്സ് നിന്ന് എടുക്കുന്നതാണ്. ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്, ഫുഡിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്കെ, ഇത് ഡെയിലി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുന്നു ഡോക്ടർ കൃത്യമായിട്ട് പറയും. നിർത്തി കഴിക്കാനാണ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ. വേറെസ് ഡെയിലി ബ്രൊക്കോളി കഴിച്ചാൽ നമുക്ക് ഒരു ദോഷം ഉണ്ടാകുന്നില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരുപാട് പ്രഗ്നന്റ് ലേഡീസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാൽഷ്യത്തിലെ ഒരു ബ്രാൻഡാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അസിഡിറ്റി വരാം, നെഞ്ചരിച്ചിൽ വരാം, മനംപരട്ടിൽ വരാം, അതുമാതിരി തന്നെ പല ഇൻഡൈജസ്റ്റീവ് പ്രശ്നങ്ങളും ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ഇത് ഒരു സൈഡ് എഫക്ട് ക്രിയേറ്റ് ആകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കാൽഷ്യം ആണ് ഇത്, എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇത് വേണ്ടുന്ന ആളുകൾ എന്നുമായി ബന്ധപ്പെടാം. ഞാൻ ചൂടെ എന്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിട്ട്. താങ്ക് യു.